പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷോൾഡർ ഊരി പോകുന്നതിനെ പറ്റിയുള്ള ഒരു വലിയ കംപ്ലൈൻറ്റുകൾ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഷോൾഡർ ഊരി പോകുന്നതിനെ പറ്റിയും കൈക്കുഴിയുടെ ചുളിവിനെ പറ്റിയൊക്കെയാണ് മുഖ്യമായിട്ട് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ കാര്യത്തിലും ഷോൾഡറിൻ്റെ ചെരിവിൻ്റെ കാര്യത്തെ പറ്റിയും ഷോൾഡർ ഊരിപ്പോകുന്ന ആ ഒരു പ്രശ്നത്തിൽ എത്രത്തോളം നമ്മൾ അതിന് ഘടകമുണ്ട്, ഇല്ല എത്രത്തോളം ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് 38 സൈസുള്ള ഒരു വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 15.5 ഇഞ്ചാണ് ഇറക്കം. ഫസ്റ്റ് നമ്മൾ 15 രണ്ടിടത്തായിട്ട് മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണം. ഓക്കെ, നമുക്ക് 6.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ കൈക്കുഴിയുടെ കാര്യവും ഈ ഷോൾഡറിൻ്റെ കാര്യവും. അപ്പോൾ 2.25 വൈഡ് കൊടുത്തു. 8 ഇഞ്ച് തീർന്ന് കിട്ടണം. 7.25 വെട്ടിയാൽ മതി, കാരണം തയ്യൽ തുമ്പ് തള്ളിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഷോൾഡർ ഊരിപ്പോകുന്ന ഘടകം നമുക്ക് വളരെ പ്രാധാന്യം ഉള്ള ഇതായതുകൊണ്ട് ഷോൾഡർ നമ്മൾ ഊരി പോകുമ്പോൾ 3-3.5 കൊടുത്താലും ഈ ഒരു ഇതിന് നമ്മൾ ഒരു കാരണം ഷോൾഡറിന് ചെരിവ് നമ്മൾ കൊടുക്കണ്ട. കാരണം ഈ സൈഡിലോട്ടുള്ള വലിവ് മാത്രമേ ഉള്ളൂ നമുക്ക് കാണിക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ 6-1 കൈക്കുഴിയും 6-1 ഷോൾഡറും കൊടുത്ത് നമ്മൾ വെട്ടുമ്പോൾ ഈ ഷോൾഡറിന് ചെരിവ് കൊടുത്താൽ കൂടുതലും ഇത് തള്ളിപ്പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത് നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ സാധാരണ ബ്ലൗസിന് ഇപ്പം നമ്മൾ 6 ഇട്ട 3.25 ഇഞ്ച് കൊടുത്തിട്ട് ആ 3.25 വളവ് നമ്മളിവിടുന്ന് ഈ ഒരു ഇത് കൊടുക്കുന്നത്. കൈക്കുഴിക്കുള്ള വളവ് ഈ പകുതിയിൽ നിന്നാണ് പോകുന്നത്. നമുക്ക് ഷോൾഡർ ഈ വശത്തുനിന്ന് ഊരിപ്പോകുന്നവരാണെങ്കിൽ അതിൽ നമുക്ക് 3.5 എന്നുള്ള 1 ഇഞ്ച് കൂടെ താക്കണം. 1 ഇഞ്ചും കൂടെ താത്തിട്ട് ഈ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് കിട്ടിയാൽ മതി. എന്നിട്ട് നേരെ വന്നിട്ട് ഇങ്ങനെ വളയ്ക്കണം. നമ്മൾ ഷോൾഡർ ഊരിപ്പോകാത്ത നോർമൽ മെഷർമെൻറ്റുകാർക്ക് നമ്മൾ ഈ കൈക്കുഴിയുടെ സെൻറ്ററിൽ നിന്ന് ഷേപ്പ് ഇട്ട് വരയ്ക്കും. വീണ്ടും അങ്ങനെ ആവർത്തിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഒന്ന് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ചെരിവ് നമ്മൾ ഒഴിവാക്കി നേരെയാക്കി കൈക്കുഴി വെട്ടുമ്പോൾ നമ്മൾ എന്തു ചെയ്യും, സാധാരണ നമ്മൾ പകുതിയിൽ നിന്നും 1 ഇഞ്ചും കൂടെ താത്തു കൊടുക്കും. 1 ഇഞ്ചും കൂടെ താത്തു കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ വെട്ടും. ഇനി നമുക്ക് ഷോൾഡർ ഒരു കാര്യം ചെയ്യാം, 2.25 എന്നുള്ളത് 3-3.25 ആയിക്കോട്ടെ. ഇങ്ങനെ 3.25 നമ്മൾ മാർക്ക് ചെയ്താലും ശരി, ഒരു കാരണവശാലും ഈ ഷോൾഡർ ഊരിപ്പോകത്തില്ല. ഷോൾഡർ ഊരിപ്പോകാതെ വിധത്തിൽ ഷോൾഡറിന് പിടുത്തം കിട്ടുന്ന എന്ത് ചെയ്യണം, നമ്മൾ ഇവിടുന്നേ നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്താൽ ഒരു കാരണവശാലും ഇവിടെ പിടുത്തം കിട്ടത്തില്ല. അപ്പം ഇവിടെ ലൂസ് വരും. ആ ലൂസ് വന്നെങ്കിൽ ഷോൾഡർ തെന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്ക് ബേസിൽ നമ്മൾ 1 ഇഞ്ചും കൂടെ താത്ത് ഷേപ്പ് ചെയ്യും. എന്നിട്ട് ഈ മെഷർമെൻറ്റുകാർക്ക് നമുക്ക് അത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ള കാര്യം നമ്മളത് ഇട്ട് നോക്കുമ്പം തന്നെ നമുക്കറിയാം. ഞാൻ ഈ ഒരു കാര്യം പരീക്ഷിച്ച് നോക്കി, വളരെയധികം നമുക്ക് പ്രാധാന്യം ഉണ്ട്. ഒരു കാരണവശാലും സാധാരണ ഞാൻ മറ്റ് വീഡിയോയിലൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു, ഇതിൻ്റെ പകുതിയും നമ്മളിങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്രാവശ്യം നമ്മൾ എന്നാ ഇത് വീണ്ടും ഷോൾഡർ ഊരിപ്പോകുന്നു എന്ന് പറയുന്ന ബോഡി ഷേപ്പുകൾക്ക് നമ്മൾ 2 വ്യത്യാസങ്ങൾ ബാക്ക് പീസിൽ തന്നെ വരുത്തുന്നു. ഒന്ന്, ഈ ഷോൾഡറിൻ്റെ ചെരിവ് നമ്മൾ ഒഴിവാക്കി. 2, അതിന് പകരം നമ്മൾ ഈ സെൻട്രൽ നിന്നും 1 ഇഞ്ച് താത്തിട്ട് ലൂസിങ്ങിന് ചെയ്തു. അപ്പോൾ 38ൻ്റെ കൂടെ നമ്മൾ 4 കൂടെ ചേർത്ത് 42, 4-1 നമ്മൾ 10 മാർക്ക് ചെയ്തു. 33 ഇടവണ്ണം, 8.25 മാർക്ക് ചെയ്തു. കറക്റ്റ് നമ്മൾ ഇങ്ങനെ വരച്ചു. 1.25 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫ്രണ്ടിൻ്റെ കുഴിവും അതുകൂടാതെ
കൈ വെട്ടുമ്പോൾ ആ കുഴിവ് തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ആണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്ക് പീസിൻ്റെ ഒരു പ്രധാന ഘടകം നിങ്ങൾക്ക് പിടികിട്ടി. ഈ മെഷർമെൻറ്റുകാർക്ക് നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ഷോൾഡറിൻ്റെ ഷേപ്പ് ഒഴിവാക്കി നേരെ തന്നെ വെട്ടുന്നു. വെട്ടിയിട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഈ 1 ഇഞ്ച് എത്തുമ്പോൾ ഈ 1 ഇഞ്ചിൽ തന്നെ നമ്മൾ വെട്ടുന്നു. ഒരു കാരണവശാലും ഇത് 1.5 1.25 ആക്കണ്ട. ബാക്ക് പീസ് ഓക്കെ ആയി. അപ്പം ബുക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഈ മെഷർമെൻറ്റുകാർക്ക് നമ്മൾ വ്യത്യാസം വരുത്തണം. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഫ്രണ്ടിൻ്റെ വ്യത്യാസങ്ങളെ പറ്റി നോക്കാം. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുന്നത് ക്രോസ് അല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുന്ന ഭാഗങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ 4 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. നമ്മൾ ഈ മാർക്കിൽ നിന്നും 1.5 ഇഞ്ച് നമ്മൾ വ്യത്യാസം വരുത്തി വേണം വെട്ടാൻ. അത് എപ്പോഴും ഓർത്തോണം. 1.5 ഇഞ്ച് ഇതിൽ നിന്ന് വ്യത്യാസം വരുത്തണം. ആ മാർക്ക് ചെയ്യുമ്പോൾ 3.25 ഇതാ ഇവിടെയും മാർക്ക് ചെയ്യണം. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വരച്ചു. ഇവിടെ ഭാഗവും നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പം നമ്മൾ ഇതാദ്യം ഒന്ന് കറക്റ്റ് ചെയ്തു. ഇതിങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ തന്നെ 1/4 ഇഞ്ച് ലൂസ് വരുന്ന പോലെ 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കിട്ടണം. അപ്പോൾ ബാക്ക് പീസ് എത്രത്തോളം ഉണ്ടോ അത്രയും വരെ നമ്മളിത് വരച്ച് കൊടുക്കണം. വരച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ചിലർ പറയും ഞാൻ എത്രത്തോളം യു വെട്ടുന്നു, യു വെട്ടിയിട്ടും എനിക്ക് ഇട്ട് കഴിയുമ്പോൾ എനിക്കത് വി പോലെ വരുന്നു എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ബാക്ക് നെക്ക് 3 കൊടുത്താൽ നമുക്ക് എത്ര കിട്ടണം? 3.25 കിട്ടണം വൈഡ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ തയ്യൽ തുമ്പ് ഇവിടെ 4 ഇഞ്ച് പിടിക്കുമ്പോൾ കറക്റ്റ് 3 തന്നെ നമുക്ക് ബാഗും ഫ്രണ്ടും സെയിം ആയിട്ട് വരും. ആ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നോക്കിക്കോണം 4 ഇഞ്ച് ഇവിടെ കൂടുതൽ വരുന്നുണ്ടോ. ആ 4 ഇഞ്ച് വരുന്ന ഏതാണ്? ഇവിടെ കൊടുത്ത തയ്യൽ തുമ്പ് ഇവിടെ കൂടുതൽ വരണം. എങ്കിലേ ഉള്ളൂ ഫ്രണ്ട് നെക്കിൻ്റെ വൈഡ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിന് 5.25 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്. അതിന് നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നൽകിയിട്ട് 5.25 മാർക്ക് ചെയ്തു. 5.25 മാർക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഈ റൗണ്ട് കറക്റ്റ് ചെയ്ത് വെട്ടണം. അങ്ങനെ കറക്റ്റ് ചെയ്ത് വെട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് നെക്ക് കറക്റ്റ് യു കിട്ടുള്ളൂ. ഇല്ല എന്നാണെന്നറിയോ, ഈ ഭാഗം നമുക്ക് വി പോലെ ഇട്ട് കഴിയുമ്പോൾ ആയിപ്പോകും. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ 4.25 ഇഞ്ചാണ് ബെൽറ്റിന് കൊടുക്കുന്നത്. 4.25 നമ്മൾ സ്ട്രെയിറ്റായിട്ട് തന്നെ ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കുന്നു. ഫസ്റ്റിലേ കൊടുക്കുന്നു. കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടാൻ പോവുകയാണ്. ഫ്രണ്ട് പീസ് വെട്ടിയിട്ട് നമുക്ക് ബാക്ക് പീസ് മാറ്റിയിട്ട് കൈയുടെയും ആ ഒരു ഷേപ്പിൻ്റെ കാര്യം നമുക്ക് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഷെയർ ചെയ്യണം. അതുകൂടാതെ നിങ്ങൾ കമൻ്റ് ഇടണം. ഓൾ ബട്ടൺ അമക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോ ദിവസം ഇടുന്ന വീഡിയോ കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഈ ബാഗ് വെട്ടി അതുപോലെ തുല്യം തന്നെ വെട്ടണം. ഒരു കാരണവശാലും ഫ്രണ്ട് കുറയാൻ പാടില്ല. ബാക്ക് പീസ് വെട്ടിയവരെ തന്നെ വെട്ടുക. അപ്പോൾ ഇതോ ഇനി നമ്മൾ ഈ ബാക്ക് പീസ് എടുത്തങ്ങ് മാറ്റുന്നു. ഫ്രണ്ട് പീസ്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകാം. നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ പ്രധാന ഭാഗങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനമായ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ ഊരി പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ തള്ളി, 1/2 ഇഞ്ച് നെക്കിൻ്റെ അവിടെ തള്ളിയിട്ട് ഈ കറക്റ്റ് ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് വെക്കുമ്പോൾ 10.25 ഇഞ്ചാണ് ഡാർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കൃത്യം ഇങ്ങോട്ടൊരു വര കൊടുക്കണം. നേരെ താഴോട്ട് വര കൊടുത്തിട്ട്
3/4 ഇഞ്ച് ഇവിടെ ഇറക്കണം. എന്നിട്ട് ഈ ലൈനിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ബെൽറ്റ് പീസ് വെട്ടുന്നു. ബെൽറ്റ് പീസ് വെട്ടുന്നു. ഫ്രണ്ട് മാറ്റി വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കണം. ബെൽറ്റ് പീസ് 33ൻ്റെ 4/1 8.25 ഇവിടെ മാർക്ക് ചെയ്യണം. 1.25 നമ്മൾ കൂടുതലിടുന്നതിന് തയ്യൽ തുമ്പ് ഇടുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് കൂട്ടേണ്ടി വന്നാൽ കൂട്ടാനായിട്ട് കൊടുക്കണം. നല്ല ക്രോസി വരയ്ക്കണം, എങ്കിലേ ഡാട്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടുള്ളൂ. അപ്പോൾ 1/4 ഇഞ്ച് ഈ ഭാഗത്ത് നമുക്ക് എടുത്തോളൂ. അത് നെക്ക് നമുക്കൊന്ന് പിടിച്ച് നിർത്തുന്ന ഒരു ഭാഗമാണ്. അത് ആ 1/4 ഇഞ്ച് എടുത്തായിട്ട് തോന്നുക പോലും ഇല്ലാത്ത വ്യക്തി വേണം എടുക്കാൻ. ഒരു പോയിന്റിൽ വന്നതാ ഇവിടെ അവസാനിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ബെൽറ്റ് പീസും ബാക്ക് പീസും ഓക്കെ. ഇനി നമ്മൾ ഷോൾഡർ 3.25 ഇഞ്ചാണ്. 1.5 ഒരു പോയിന്റും ഡാട്ടിൻ്റെ വിത്ത് കൊടുത്തിട്ട് ഇതെങ്ങനെ വരച്ചു. ആദ്യമേ തന്നെ നമ്മൾ ഡാട്ട് ക്ലിയർ ചെയ്യുവാണ്. ക്ലിയർ ചെയ്തിട്ട് 3/4 ഇഞ്ച് ഈ ഭാഗത്ത് നിന്ന് എടുത്ത് കൊടുക്കണം. ഇങ്ങനെ സെൻറ്റർ എടുത്ത് മാറ്റി സെൻട്രൽ ഡാട്ട് കൊടുത്തു. 1/4 ഇഞ്ച് കയറി നിൽക്കുന്നത് പോലെ നമുക്ക് 3.5 ഇഞ്ചിൽ കൊടുത്തു. 1/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കളഞ്ഞു. അത് നമുക്ക് നെക്ക് നല്ലപോലെ വലിഞ്ഞ് കിട്ടാനും യു നല്ല കറക്റ്റ് കിട്ടാനും ഇതാണ്. ഈ ഒരു യുവിൽ തന്നെ വെട്ടണം. അത് എന്ത് ചെയ്യണം, നിങ്ങൾ വരച്ച് തന്നെ വെട്ടണം. ഇനി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ 1.25 ഇഞ്ച് കൊടുത്താണ് ഇത് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ 1.25 ഇഞ്ച് കൊടുക്കുന്നില്ല. ഒരു കാരണവശാലും ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന ഒരു മെഷർമെൻറ്റും ഒരാളുടെ മെഷർമെൻ്റ് ആണെങ്കിൽ അയാളുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട ഒരു വലിയ മാറ്റം എന്നു പറയുവാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് തന്നെ തയ്യൽ തുമ്പ് തള്ളിയിട്ട് ഇനി എടുക്കുക. അത് 1/2 ഇഞ്ച് കൂടുതൽ കൂടെ പാടില്ല. ഈ വീതി തന്നെ എടുക്കണം. ഇങ്ങനെ നമ്മൾ സാധാരണ 3/4 ഇഞ്ച് എടുത്ത് വിടാറുണ്ട്. ആ 3/4 ഇഞ്ച് എടുക്കേണ്ട കാര്യമില്ല. 1/2 ഇഞ്ച് മാത്രം എടുക്കുക. 1/2 ഇഞ്ച് എടുക്കുമ്പോൾ ഇവിടുന്ന് ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഒരു നൂല് തന്നെ എടുത്തു പോകണം. അപ്പം ഈ എടുക്കുന്ന ഭാഗം കയ്യിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് തന്നെ എടുക്കണം. ഇങ്ങനെ എടുക്കുക. എടുത്ത് ഇത് മാറ്റി വെച്ചിട്ട് ഇതിന് നമ്മൾ 1.25 ഇഞ്ച് വ്യത്യാസം വരുന്ന പോലെ കൈക്കുഴി ഡാട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇത് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്, ബാക്ക് പീസ് വെച്ച് നമ്മുടെ സൈഡിൽ ഇതെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ നോക്കണം. ഇങ്ങനെ ഒപ്പം പിടിക്കുന്നു, ഡാട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുന്നു, വെച്ചിട്ട് ഈ പടിപ്പീസ് വെക്കുന്നു. പടിപ്പീസ് വെച്ച് നമ്മൾ ഇങ്ങനെ തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. സൈഡ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു കാരണവശാലും സൈഡ് നമുക്ക് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും വ്യത്യാസം ഒരു കാരണവശാലും വരല്ല. വന്നാൽ നമ്മുടെ കട്ടിങ്ങിൻ്റെ എല്ലാവിധ പാളിച്ചകളും സംഭവിക്കും. കറക്റ്റായി ഒപ്പം വെച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈക്കുഴി ഒന്ന് അളക്കാം. നമ്മൾ അരഞ്ഞ് തയ്യൽ തുമ്പ് കൊടുത്തു. കൈക്കുഴി നമ്മൾ ഇങ്ങനെ അളന്നു പോകും. ഇത്രയും ഉണ്ട്. അത് നമുക്ക് രണ്ട് രീതിയിലും അളക്കാം. ഇവിടുന്ന് മേളിൽ നിന്നും എടുക്കാം. നിങ്ങളുടെ ഒരു വശം എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് അളക്കാം. നമ്മുടെ കണക്കും പ്രകാരം നമുക്ക് കിട്ടേണ്ട കൈക്കുഴി എന്ന് പറയുന്നത് 8.5 ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടണം.
ഉറപ്പായിട്ട് 8 ഇഞ്ച് കിട്ടും. അപ്പോൾ 1/2 ഇഞ്ച് നോക്കി നമ്മൾ ഇത്രയും കൈക്കുഴി അളന്ന് നോക്കിയിട്ട് വേണം നമുക്ക് കൈ വെട്ടാനായിട്ട്. ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ച് വേണം നമുക്ക് കൈക്കുഴി മൊത്തം കിട്ടാനായിട്ട്. അത് പ്രത്യേകം ബുക്കിലൊന്ന് എഴുതി വെച്ചോണം. അപ്പോൾ നമുക്ക് കൈ വെട്ടുന്ന ഇതിലേക്ക് പോകാം. കൈ വെട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ 1/2 ഇഞ്ച് തുമ്പ് കൊടുത്തു. 8 ഇഞ്ചാണ് കൈ നീളം. 8 ഇഞ്ച് നമ്മൾ കൈവണ്ണം മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് നമ്മൾ ഹെമ്മിങ്ങിന് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഇത് കാണിച്ചു തരുന്നത് കൊണ്ട് ഒരു കൈയാണ് വെട്ടുന്നത്. 12 ഇഞ്ച് കൈ ലൂസ്. എന്നിട്ട് നമ്മൾ 4 ഇഞ്ച് ഇവിടെ താക്കണം. താത്തിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കണം. വരച്ചിട്ട് 8.25 നമുക്ക് തീർന്ന് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം നോക്കുക. നോക്കിയിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ ആദ്യം ഒരു മാർക്ക് കൊടുക്കണം. കൊടുത്തിട്ട് ഈ ബാക്ക് പീസ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ തയ്യൽ തുമ്പ് വെക്കുക. വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കണം. നമ്മുടെ കൈക്കുഴി എത്രത്തോളം ക്ലിയർ ആണ് എന്ന് നോക്കിയിട്ടേ ഉള്ളൂ എപ്പോഴും നമ്മൾ കൈ വെട്ടാവുള്ളൂ. കറക്റ്റ് ഇങ്ങനെ വെച്ച് നോക്കണം. എവിടെയെങ്കിലും ഭാഗത്ത് ഈ കൈക്ക് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആ നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് കണ്ടോ, കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന കൈക്ക് കൈ വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് കൊണ്ടത് ഇങ്ങനെ കൈക്കുഴി നമ്മൾ ഇങ്ങനെ വെട്ടുമ്പോൾ ഈ സെൻറ്റർ കണ്ടോ, സെൻറ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു 1 ഇഞ്ച് താത്തിട്ട് നമ്മൾ ഒരു മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. വളരെ പ്രത്യേകം നമ്മൾ ആ ബാക്ക് പീസ് വെട്ടിയ പോലെ തന്നെ നമ്മൾ കൈക്കൊരു മാർക്ക് കൊടുക്കണം. കാരണം നമ്മൾ സെൻട്രൽ നിന്നും 1 ഇഞ്ച് താത്താണ് നമ്മൾ ഈ കൈക്കുഴിയുടെ ഷേപ്പ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ കണ്ടോ, ബാഗ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനൊരു പോയിന്റ് കൊടുക്കുന്നു. ഈ മരം ഷോൾഡർ ഊരിപ്പോകുന്നവരുടെ കൈയുടെ സെൻട്രൽ പോർഷൻ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ ലൈനിങ് സെൻറ്റർ കൊള്ളിച്ചിട്ട് ഇങ്ങനെ വേണം നമ്മൾ കൈ പീസ് വെട്ടിയെടുക്കാൻ. അപ്പോൾ ഈ ഷേപ്പ് രണ്ടും ബാഗിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷേപ്പ് തുല്യമായിട്ട് വരുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഷോൾഡർ ഊരി പോകത്തില്ല. ഷോൾഡർ ഈ വശത്ത് തന്നെ പിടിച്ചു നിർത്തും. കാരണം നമ്മൾ കൊടുത്തത് ഷോൾഡർ നേരെ ഈ കൈ ഷോൾഡർ ഊരുന്ന ബോഡി ഷേപ്പുകാരുടെ കാര്യമാണ് പ്രത്യേകം അത് പറയുന്ന ഓർത്തോണം. അവർക്കാണ് നമ്മൾ ഈ കൈക്കുഴി ഷേപ്പ് കുറച്ചും കൂടെ താത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ താത്തെടുക്കുമ്പോൾ അതുപോലെ തന്നെ കൈയുടെ ഷേപ്പ് നമുക്ക് താത്ത് തന്നെ വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്ത് തന്നതാണ്, ഇങ്ങനെ നേരെ പോയി ഈ ലൈനിൽ മുട്ടിച്ച് ഇങ്ങനെ ഇവിടെ തന്നെ മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് മാറ്റി നമ്മൾ കൈ മാർക്ക് ചെയ്തു. ഇനി പ്രധാന ഘടകം കൈയുടെ ഫ്രണ്ട് പീസ് എടുത്തു വെട്ടുന്നതാണ്. ഇങ്ങനെ വെച്ചു നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് വെട്ടുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു തരാം. ഫ്രണ്ട് പീസ് നമ്മൾ ബാക്ക് പീസിൻ്റെ ഇപ്പം മാർക്ക് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു തന്നു. ഇനി ഫ്രണ്ട് പീസ് നമുക്ക് ചെയ്യുന്നതിന് ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടിയ ഏരിയ നമ്മൾ ആദ്യം നോക്കണം. വരച്ചതിൽ തന്നെ നമുക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കുഴിച്ച് വെട്ടിയത് നമ്മൾ കണ്ടോ, ഇതാണ് നമ്മൾ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയത്. അപ്പോൾ ഈ കുഴിച്ച് വെട്ടിയത് എത്ര ഇഞ്ചുണ്ടോ, 1/2 ഇഞ്ച് ഉണ്ടെങ്കിൽ ആ 1/2 ഇഞ്ച് കൂടുതൽ കൂടാൻ പാടില്ല. ഇനി 1/2 ഇഞ്ച് ഒരു പോയിന്റ് വന്നാൽ ആ 1/2 ഇഞ്ചും ഒരു പോയിന്റും നമ്മൾ ഫ്രണ്ടിൽ ഇതേ സെയിമിൽ തന്നെ എടുത്തതുപോലെ കൈയുടെ ഈ ഭാഗത്തും നമ്മൾ എടുത്തു കൊടുക്കണം. അങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മളിതുണ്ടോ ഇവിടുന്ന് 1.25 ഇഞ്ച് ഇവിടുന്ന് മാർക്ക് ചെയ്തു. ഇത് തന്നെയാണ് കൈയുടെ സെൻറ്ററിൻ്റെ ഷേപ്പ് വരുന്നതെങ്കിലും 2 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്തു. ഈ രണ്ടിൻ്റെയും നടുക്ക് എങ്ങനെ വരുന്നു നോക്കണം. അപ്പം വന്നിരിക്കുന്ന 5 ഇന്ന് 3/4 ഇഞ്ച് വരുന്ന പോലെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് ഈ കൈയുടെ സെൻറ്റർ പോർഷൻ നമ്മൾ വരച്ച പോലെ തന്നെ വരും. ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഷോൾഡർ ഊരി പോവുകയില്ല.
അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു റെയർ മെഷർമെൻറ്റുകാർക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞു തന്നു. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒന്നും കൂടെ സൂചിപ്പിക്കുന്നു. കൈക്കുഴിയുടെ 1 ഇഞ്ച് കൂടെ മാറ്റി നല്ല റൗണ്ടിൽ വെട്ടി, ഷോൾഡർ ഷേപ്പില്ലാതെ നേരെ വെട്ടി, രണ്ടാമത് ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടിയപ്പോൾ ഈ ഇവിടുന്ന് തന്നെ വെട്ടി, മൂന്നാമത് കൈ വെട്ടാൻ നേരം കൈയുടെ സെൻറ്റർ പോർഷൻ ബാക്ക് പീസിൽ വരുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് വെട്ടി, നാലാമത് നമ്മൾ ഫ്രണ്ട് പീസ് ഇവിടുന്ന് ഇങ്ങനെ ഏറ്റവും മേളിൽ നിന്ന് തന്നെ ഒരു നൂലിലെടുത്ത് കുഴിച്ച് വെട്ടി, ആ കുഴിച്ച് വെട്ടിയ അളവ് തന്നെ കൈയിലും കുഴിച്ച് വെട്ടി. അപ്പോൾ ഇത്രത്തോളം ഭാഗങ്ങൾ ശ്രദ്ധിച്ച് ഈ ഷോൾഡർ ഊരിപ്പോകുന്ന മെഷർമെൻറ്റുകാർക്ക് നിങ്ങളത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എത്രത്തോളം നമ്മൾ സാരി ബ്ലൗസിനെ പറ്റി ചിന്തിച്ച് എങ്ങനെയാണ് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നതിനെക്കുറിച്ചാണ് കൂടുതലും നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും. ഞാനത് പ്രയോഗിച്ച് നോക്കി ഷോൾഡർ ഊരുന്നവർക്ക് ഇങ്ങനെ 2 പ്രാവശ്യം മാറ്റങ്ങൾ വരുത്തി 2 ബോഡി ഷേപ്പുകാർക്കും ചെയ്ത് നോക്കിയതിന് ശേഷമാണ് അത് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളും ഇതേപടി ചെയ്യുക. ഇങ്ങനെ ഷോൾഡർ ഊരി പോകുന്നവർക്ക് ഇത് 3-4 മാറ്റങ്ങൾ ഞാൻ പറഞ്ഞു, ആ മാറ്റങ്ങൾ ചെയ്ത് തയ്ച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു മാറ്റം കാണും. അത് ഉറപ്പായിട്ടും. അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട. ഡെയിലി നമുക്ക് കിട്ടുന്ന അറിവുകൾ വെച്ച് എത്രത്തോളം നിങ്ങൾക്ക് ഒരു അറിവ് തരാൻ പറ്റുമോ അത്രത്തോളമാണ് നമ്മൾ പ്രയോഗിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാരി ബ്ലൗസിനെ പറ്റിയുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഉടൻ തന്നെ പരിഗണിച്ച് മുന്നോട്ട് പോകും. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവരെല്ലാം മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കമൻ്റായിട്ട് ഇടുക. അതുകൂടാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. അതുകൂടാതെ നിങ്ങളുടെ വാട്സപ്പ് പോലുള്ള ഗ്രൂപ്പുകളിലേക്ക് ചെയ്തു കൊടുക്കുകയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ബട്ടൺ എപ്പോഴും അമർത്തണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും നല്ല രീതിയിൽ നല്ല ടൈലറായി മാറട്ടെ. താങ്ക് യു.